ജനാധിപത്യത്തിന് ഒരിക്കലും വലിയ സ്വാധീനമൊന്നുമില്ലാത്ത ഒരു രാജ്യം പാകിസ്ഥാൻ. അവിടെ എല്ലാം തീരുമാനിക്കുന്നത് സൈന്യമാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഭരണാധികാരികൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതും തടവിലാക്കപ്പെടുന്നതും പുതുമയുള്ള കാര്യമേയല്ല. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിച്ചതോടെ ആ രാജ്യം വീണ്ടും പട്ടാള ഭരണത്തിൽ അമർന്നേക്കുമെന്നാണ് നയതന്ത്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പാകിസ്ഥാൻ ശരിക്കും ഭയത്തിന്റെ കീഴിലാണ്. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ ഇപ്പോൾ തന്നെ പാപ്പരായ പാകിസ്ഥാൻ പതിയെ പതിയെ നാമാവശേഷം ആയേക്കുമെന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഏത് നിമിഷവും ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ. അത് മാരകമായിരിക്കുമെന്നും മുൻ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവർ ഉറപ്പിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ സുരക്ഷാ പുനഃക്രമീകരണം എന്ന പേരിൽ നടപ്പാക്കിയ ചില മാറ്റങ്ങളാണ് പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലേക്കെന്ന സൂചന നൽകുന്നത്. പാക് ചാരസംഘടനയായ ഇന്ത്യൻ സർവീസ് ഇന്റലിജൻസിന്റെ ഡയറക്ടർ ജനറലായ മുഹമ്മദ് അസീം മാലിക്കിനെ രാജ്യത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചു. ISI തലവൻ ഒരേ സമയം 2 സ്ഥാനങ്ങൾ വഹിക്കുന്നത് പാക് ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. പാകിസ്ഥാൻ തെഹ്രീക്ക്-ഇ-ഇൻസാഫ് സർക്കാരിന്റെ തകർച്ചയെ തുടർന്ന് അന്നത്തെ സുരക്ഷാ ഉപദേഷ്ടാവിന് പുറത്തു പോകേണ്ടി വന്നു. അന്നു മുതൽ ആ പദവി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ആ ഒഴിവാണിപ്പോൾ നികത്തിയിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള പ്രശ്നങ്ങളും ചർച്ചകളും അതിന്മേലുള്ള നടപടികളും സുരക്ഷാ കാര്യങ്ങളും എല്ലാം സസൂക്ഷ്മം നിരീക്ഷിച്ച് പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് സുരക്ഷാ ഉപദേഷ്ടാവാണ്. അസീം മാലിക്കിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ചിറകുകൾ സൈന്യം വെട്ടുന്നു എന്നതിന്റെ സൂചനയായാണ് നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നത്. സാങ്കേതികമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ് സുരക്ഷാ ഉപദേഷ്ടാവ് പ്രവർത്തിക്കുന്നത് എങ്കിലും കരസേനാ മേധാവിക്ക് മുന്നിലും അസീം മാലിക് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ നയതന്ത്രം, രഹസ്യാന്വേഷണ ഏകോപനം, പ്രതിസന്ധിയിലെ പ്രതികരണം തുടങ്ങിയ കാരണങ്ങളെല്ലാം പ്രധാനമന്ത്രിയുടെ നിയന്ത്രണത്തിൽ നിന്ന് മാറുകയും ഇവ സൈന്യത്തിന്റെ പിടിയിലാവുകയും ചെയ്യും. ഇത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ആ രാജ്യത്തിനുണ്ടാക്കുക. ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രതിസന്ധി ഒഴിവാക്കാൻ ഇന്ത്യയുമായി ഒരു നയതന്ത്ര ചർച്ചകൾക്ക് മാലിക്കിന്റെ നിയമനം വഴി തുറന്നേക്കുമെന്നും കരുതുന്നുണ്ട്. ദുർബലനായ പ്രധാനമന്ത്രിയാണ് പാകിസ്ഥാനിൽ ഉള്ളതെന്ന് ഇപ്പോൾ തന്നെ പരക്കെ ഒരു വിമർശനമുണ്ട്. ഷഹബാസ് ഷെരീഫിന്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ വലിയൊരു വിഭാഗത്തിനും സൈന്യത്തിനും കാര്യമായ എതിർപ്പുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. സൈന്യത്തിന്റെ വിശ്വസ്തനായ അസീം മാലിക് എന്നും സൈന്യത്തിന്റെ വിശ്വസ്തനാണ്. പഞ്ചാബിലെ ഒരു സൈനിക കുടുംബത്തിലായിരുന്നു ജനനം. കരിയറിൽ മാലിക് നിരവധി നിർണായക സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ബലൂചിസ്ഥാനിലെ കാലാൾപ്പട ഡിവിഷനിലും വസീറിസ്ഥാനിലെ സങ്കീർണമായ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികളാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലും അദ്ദേഹം വിജയകരമായി കമാൻഡ് ചെയ്തിട്ടുണ്ട്. ISI ഡയറക്ടർ ജനറലാകുന്നതിന് മുമ്പ് അസീം മാലിക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ അഡ്ജുറ്റന്റ് ജനറലായി സേവനം അനുഷ്ഠിച്ചിരുന്നു. നിയമപരവും അച്ചടക്കപരവുമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക ഭരണപരമായ കാര്യങ്ങളുടെ മേൽനോട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ ചുമതല. ഇതെല്ലാം തന്നെയാണ് സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കാൻ സൈനിക മേധാവി പ്രേരിപ്പിച്ച ഘടകവും. തങ്ങൾ ലക്ഷ്യമിട്ടത് നന്നായി നടപ്പാക്കാൻ മാലിക്കിന് അറിയാമെന്ന സൈന്യത്തിനും ഉറപ്പുണ്ട്. കാത്തിരുന്ന് കാണാം പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്.